ഹായ് എവരിവൺ, വെൽക്കം ടു Highflyer വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കാറിൻ്റെ കുറച്ച് ഹാക്സ്, കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ AC ഫിൽറ്ററിൻ്റെ ക്ലീനിങ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ക്വാറന്റൈൻ സമയത്തൊക്കെ AC ഫിൽറ്ററൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് സുഖമായി ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു ഷോറൂമിലേക്കോ ബാക്കി കാര്യങ്ങൾക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് AC ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും പിന്നെ കാറിൻ്റെ കുറച്ച് ഹാക്സും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൊക്കെ പരിചയപ്പെടാം. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു മോഡൽ മാരുതി സ്വിഫ്റ്റാണ്. എല്ലാ വണ്ടികളുടെയും AC ഫിൽറ്റർ ഇരിക്കുന്നത് ഈ ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും AC ഫിൽറ്റർ ഇരിക്കുക ഈ ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിൽ. നമുക്ക് ദൂരെ കഴിഞ്ഞാലാണ് AC ഫിൽറ്റർ കാണാനായിട്ട് പറ്റുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് നമ്മൾ പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ടോട്ടലി ഇതിൻ്റെ ഗ്ലൗ ബോക്സ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി പുറത്തോട്ട്. ഇത്രേ ഉള്ളൂ ഗ്ലൗ ബോക്സ് ഊരിയെടുക്കാനായിട്ട്. നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഈ വയർ അതൊക്കെ സബിൻ്റെ അക്സസറീസിൻ്റെ വയറാണ്. ഇതൊന്നും നമ്മുടെ വണ്ടികളിൽ കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് AC ഫിൽറ്ററിനുള്ളത് ഇതിനുള്ളിലാണ് നമ്മുടെ AC ഫിൽറ്റർ ഇരിക്കുന്നത്. ഈ AC ഫിൽറ്ററിൻ്റെ ഇതാണ് അതിൻ്റെ ക്യാബിൻ വരുന്നത്. AC ഫിൽറ്ററിൻ്റെ ഈ AC ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് കറക്റ്റായിട്ട് പുറമേ നിന്നുള്ള എയർ സർക്കുലേഷനും കാര്യങ്ങളും വരുന്നത്. അതേ സംഭവം തന്നെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യണതും. ഈ വണ്ടിയിലുള്ള ഫുൾ ഓക്സിജനും എല്ലാ കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതെപ്പോഴും ക്ലീൻ ആയിരിക്കേണ്ടത് നമ്മുടെ എപ്പോഴും ഹൈജീൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനെങ്ങനെ ഊരണേന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് ഒരു ക്ലിപ്പ് ഉണ്ടാവും, ഈ സൈഡിലും ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ രണ്ട് ക്ലിപ്പും ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ AC ഫിൽറ്റർ. അതിനൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എയർ ഫ്ലോൻ്റെ. ആ ഡയറക്ഷൻ നമ്മൾ നോക്കി വെക്കണം. അതേപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യണം. ആ ഡയറക്ഷൻ തെറ്റിയിട്ട് വെക്കാനായിട്ട് ഒരിക്കലും പാടില്ല. ഇപ്പോൾ AC ഫിൽറ്റർ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞത്. ഈ ഡയറക്ഷൻ നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കാറിൽ ഇതിപ്പോൾ ഒരു 3 മാസമൊക്കെ സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇതിനുള്ളിൽ വരെ നമുക്ക് കാണാൻ പറ്റും നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിരിക്കുന്നത്. ഈ AC ഫിൽറ്ററിൻ്റെ കളർ എന്ന് തന്നെ പറയണത് ശരിക്കും പ്യുവർ വൈറ്റ് കളറാണ്. ഇതിലിരിക്കുന്ന ഈ കരിയും പൊടിയൊക്കെ ഇതിൻ്റെ പൊട്ട വേസ്റ്റ് നമ്മൾ പുറമേ നിന്ന് വരുന്ന ഇതാണ് നമ്മൾ ബ്രീത്ത് ചെയ്യണതൊക്കെ. നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഫുൾ സർക്കുലേറ്റ് ചെയ്യുന്ന എയർ ഇതിൽ നിന്ന് വരുന്ന ഒരു എയറാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കും ഭാവിയിൽ അലർജികളായിട്ടോ അല്ലെങ്കിൽ ബാക്കി ബ്രീത്തിങ് ട്രബിൾസ് വരാനായിട്ട് ചാൻസുകൾ കൂടുതലാണ്. അതേപോലെ തന്നെ AC ഫിൽറ്ററിൽ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട സംഭവം നമ്മളിപ്പോൾ വണ്ടികളൊന്നും ഓടാണ്ട് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എലി ശല്യം ഉണ്ടാവാനായിട്ട് ഭയങ്കര ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എലിയുടെ അവശിഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു AC സർവീസിൻ്റെ ഒരു ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിനുള്ളിൽ വന്ന് കിടക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും എലിയുടെ യൂറിനേഷനോ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതാണ് നമ്മളറിയാതെ തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽത്തി ഒരു പ്രോബ്ലം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത് അങ്ങനത്തെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ AC ബ്ലോവർ ഉണ്ട്. ആ ബ്ലോവറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എലികളെ വരെ കാണാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എലികളെ വണ്ടികളിലേക്ക് കയറുന്നത് തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം AC ബ്ലോവറും AC ഫിൽറ്ററൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം. മാസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം 5 മിനിറ്റ് മതി ചെയ്യാനായിട്ട്. അത് ചെയ്യുന്നതോറും നമുക്ക് ഹെൽത്തി ആയിട്ടും നമ്മുടെ ഒരു ഹൈജീൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്കിനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുള്ളത് നോക്കാം. സാധാരണ രീതിയിൽ എയർ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ AC ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യുക ന്യൂമാറ്റിക് ഗണ്ണ് വെച്ചിട്ടോ ഒരു എയർ ഗണ്ണ് വെച്ചിട്ടോ കംപ്രസർ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. നമുക്ക് വീട്ടിലതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ഈ ഓരോ ഫിൻസും നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വാക്യൂം ക്ലീനറോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്യൂം ക്ലീനറോ വെച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാലും മതി. അങ്ങനെ നമ്മൾ ഈ പൊടിയും ബാക്കിയിലുള്ള കാർബൺ ഡെപ്പോസിറ്റ് നമുക്ക് ഒരുവിധം ഒരു 60% മേലേക്ക് നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ AC ഫിൽറ്റർ ഒരു വിധം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ക്ലോത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇത്രയും അധികം ചെളി ഒരു ഫിൽറ്റർ തുടച്ചപ്പോഴേക്കും കിട്ടി. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ന്യൂമാറ്റിക് ഗണ്ണ് വെച്ച് അടിച്ച് കളഞ്ഞാൽ പൊടി നന്നായിട്ട് പോവും. ഇത് തുടച്ചപ്പോൾ ഇതിനുള്ളിൽ ഇത്രയും പൊടിയും ചെളിയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തുണി വെച്ച് ഓരോ ഫിൻസ് തുടയ്ക്കുക. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ ശരിക്കും കളർ എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ബ്ലാക്കിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്തൊരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യണത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്.
അപ്പോൾ അത് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും ചെളി നമ്മൾ ശ്വസിക്കേണ്ട കാര്യം നമുക്ക് വണ്ടിയിൽ പിന്നെ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് AC ഫിൽറ്ററൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു സൺഡേസിലോ അങ്ങനെ ഹോളിഡേയ്സ് കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ AC ഫിൽറ്റർ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ നമ്മൾ മറക്കരുത്. ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ വെച്ച മാതിരി തന്നെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം AC ഫിൽറ്ററിൻ്റെ ക്യാപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ കറക്റ്റ് കയറ്റി വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി രണ്ട് സൈഡിൽ. ലോക്ക് വീഴുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് നമ്മുടെ ഗ്ലോ ബോക്സ് സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ 2 ബുഷ് വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഈ ലോക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയറായി. ഇവിടെയും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കയറി നമ്മുടെ ഗ്ലോ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഫിൽറ്റർ ക്ലീൻ ചെയ്ത് നമ്മൾ AC ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വണ്ടിയിൽ നമ്മൾ ഈ ഹൈജീൻ അല്ലാണ്ട് പോകേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ക്വാറന്റൈൻ സമയമൊക്കെയാണ്, നമ്മൾ വണ്ടികളൊട്ട് ഓടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇൻ്റർവെൽ കൂടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ബാക്കും ഫ്രണ്ടൊക്കെ ഒന്ന് എടുക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആവാണ്ടിരിക്കാനായിട്ട് ഹെഡ്ലൈറ്റ്, ഹോൺ, ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെ വണ്ടി ഓടിച്ച് നോക്കുക. നമ്മൾ ഒട്ടും വണ്ടി എടുക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ വീടിച്ച് വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് എടുക്കുമ്പോൾ ഇനി ടയറിൽ എയർ പ്രഷർ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത് വല്ല സൗണ്ടോ കാര്യങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലോ പ്രഷറിൽ ആദ്യം വണ്ടി ടയർ ഓടിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഫ്ലേറ്റ് ചെയ്ത സൈഡിലേക്ക് കറക്റ്റായിട്ട് ടയർ പാസ്സായി നിൽക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് ഹൈ പ്രഷറിൽ കുറച്ചും കൂടി നമ്മുടെ നോർമൽ പ്രഷറിനെയാളും കുറച്ചുകൂടി പ്രഷറിൽ കൂടുതൽ എയർ അടിച്ചിട്ട് കുറച്ച് ഓടിച്ച് നോക്കുക. അത് കഴിഞ്ഞാൽ നോർമലാക്കുക. അപ്പോൾ നമ്മുടെ ഒരു റിബിളിങ് സൗണ്ടും ബാക്കി വരുന്ന ഒരു മൊബിലിങ് സൗണ്ടൊക്കെ നമ്മുടെ നിന്ന് പോയി കിട്ടും. അപ്പോൾ വണ്ടി നമ്മൾ ക്വാറന്റൈൻ സമയത്ത് നല്ലപോലെ കെയർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ഹാക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതേപോലെ തന്നെ AC ഫിൽറ്ററിൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.